ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. അവിടെ ഒരുപാട് സാധനങ്ങൾ എന്നെ കാണിച്ചു തരാൻ, പാടം അതങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ അമ്മയുടെ വീട്ടിൽ പോയിട്ടുള്ളൊരു വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുന്ന വ്ളോഗാണ് എടുക്കുന്നത്. പോണ വിശേഷങ്ങളൊക്കെ പോണ വഴി കാണിച്ചു തരാം. ബൈ ഗായ്സ്. ഇതെൻ്റെ അമ്മമ്മയാണ്, എൻ്റെ അമ്മയുടെ അമ്മ. പിന്നെ ഇതെൻ്റെ മാമൻ, കസിൻ മാമനാണ് വണ്ടി ഓടിക്കുന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല വണ്ടി ഓടിക്കാൻ. പിന്നെ ആ മാമൻ്റെ മോള്, പിന്നെ ഇത് ആ മാമൻ്റെ അമ്മ. പിന്നെ ഞാൻ വെറുതെ കാറിനൊക്കെ ഷോ കാണിച്ചാണ്, വേറൊന്നും തോന്നരുത്. പിന്നെ എൻ്റെ അനിയത്തി മാമൻ്റെ മോളുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. ഭയങ്കര കളി എന്ന് വെച്ചാൽ ഭയങ്കര കളി. കാറിൽ കിടന്ന് ഗുസ്തി മറിയും ചിരിയും കളിയൊക്കെ ആയിരുന്നു. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണിച്ചു തന്നെ കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് റോട്ടിൽ കൂടെ. അപ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്, അപ്പുറത്തെ പുഴയും കുറച്ച് ഫ്ലാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് ഞങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ എടുത്തതാണ്. പോണ റോഡൊക്കെ നല്ല ക്ലിയർ റോഡാട്ടോ. അവിടെ ഇവിടെ കട്ടർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ അവിടെയുള്ള മുസ്ലിം പള്ളിയാണിത്. ഞങ്ങൾക്ക് സ്ട്രെയിറ്റ് റോഡാട്ടോ. കുറച്ച് കഴിയുമ്പോഴേ വളവും തിരിവൊക്കെ വരുന്നുള്ളൂ. അപ്പോഴും അവർ കാഴ്ചകൾ കാണാണ്ട് കളിയാട്ടോ. അപ്പം ഞങ്ങളൊരു ഗുഹയിൽ കൂടെ മേലിലോട്ട് താഴത്തോട്ട് അങ്ങനെ ഇറങ്ങി. പിന്നെ ഇതാണ് ഞങ്ങൾ നെട്ടൂർ പാലം. അപ്പുറത്തും ഇപ്പുറത്തും പുഴയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് നിങ്ങളെയും കാണിക്കണമെന്ന് തോന്നി. പിള്ളേർ രണ്ടും നല്ല കളിയാണ്. അവർക്ക് എന്താ കാഴ്ചകളൊന്നും കാണേ വേണ്ട. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ റോഡിലെത്തി, മഹാത്മാ റോഡിലൂടെ ഞങ്ങൾ കയറി. ഉള്ളിലോട്ട് പോകുമ്പോഴാണ് എൻ്റെ അമ്മയുടെ വീട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും കാടും കണ്ടം പുഴ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെയാണ് ഞങ്ങളുടെ അമ്മ വീട്ടിൽ. അപ്പോൾ എനിക്കതോടെ അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ വീട്ടിലോട്ട് പോണ വഴിയിൽ കുറച്ച് ഇടവഴികളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. രാവിലെയൊക്കെ പോയാൽ അടിപൊളിയാണ് അവിടെ കാണാൻ. എന്ന് വെച്ചാൽ ഫുൾ കാടല്ലേ. ഞങ്ങൾ അങ്ങനെ വീടെത്തിയിരിക്കുന്നു. എൻ്റെ അപ്പൂപ്പനാണ് ഫ്രണ്ടിൽ നിന്നത്. അപ്പൂപ്പന് ജോലി ഉണ്ടായിരുന്നു, അപ്പോൾ ജോലിക്ക് പോകാൻ നിൽക്കുവാണ്. ഇതാണ് എൻ്റെ വീട്, എൻ്റെ അമ്മയുടെ വീട്. അപ്പുറത്ത് കണ്ടോ കാടും പൂക്കളും. അപ്പുറത്ത് കുഞ്ഞൊരു കണ്ടം പോലെ ഒരു സെറ്റപ്പും ഉണ്ട്. നല്ല വീടാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? പിന്നെ ഞാൻ അവിടെ 2-3 പൂക്കളെ കണ്ടപ്പോൾ പിന്നെ ഞാൻ പൂക്കളെയൊക്കെ കുറച്ച് ഫോട്ടോ എടുത്തു. ഇതാണ് ഞങ്ങളുടെ ജിമ്മിക്കുട്ടൻ. ഇവൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചേ ഉള്ളൂ കേട്ടോ. നല്ലൊരു സഹായമാണ് ഇവൻ ചെയ്യുന്നത് കേട്ടോ. ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മളെ അപ്പം തന്നെ അറിയിക്കും. പിന്നെ ഞാൻ അവിടെ കുറച്ച് ചെടികളൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ എടുത്തു. പിന്നെ ജിമ്മിക്കുട്ടൻ്റെ ഒരു വീഡിയോയും കൂടെ എടുത്തു. അവിടെ എൻ്റെ അമ്മക്കാണെങ്കിൽ ചെടിയുടെയും അതിൻ്റെയൊക്കെ പ്രാന്ത. എവിടെയൊക്കെ ചെടി ഉണ്ടെങ്കിലും പറിച്ചുകൊണ്ട് വീട്ടിൽ വെക്കും. അത് പക്ഷെ നല്ലതാട്ടോ, നല്ല സെറ്റപ്പാണ് കാണാൻ. പക്ഷെ എല്ലാം കൂടെ നിൽക്കുമ്പോൾ രാവിലെ ആട്ടോ ഏറ്റവും ബ്യൂട്ടി കാണാൻ. രാവിലെ ബ്യൂട്ടി ഒന്നുമില്ല, രാവിലെയാണ് ഏറ്റവും നല്ല ബ്യൂട്ടി. ഇതാണ് വീടിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞത്. പിന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള നൈബേഴ്സിൻ്റെ വീടാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. ഇപ്പോൾ നേരെ കാണുന്ന വീടുണ്ടല്ലോ, ആ വീടാണ് എൻ്റെ മാമൻ്റെ വീട്. ഞാൻ വണ്ടി വെച്ച് കാണിച്ചു തന്ന കസിൻ മാമൻ്റെ വീട്. പിന്നെ ഞാനും പട്ടിയായിട്ട് ചെറിയൊരു വീടൊക്കെ എടുത്തു. പിന്നെ എൻ്റെ അനിയൻ, ഇതിൻ്റെ രണ്ടാമത്തെ അനിയനാണ്. അനിയൻ കളിപ്പാട്ടം ഇല്ല എന്നും പറഞ്ഞിടത്ത് കരയുമായിരുന്നു. പിന്നെ ഇപ്പോൾ 12 മണിയായി, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെ അതിന് ശേഷം അവൻ ഓക്കെ ആയി. പിന്നെ ഇതാണ് എൻ്റെ ജിമ്മിക്കുട്ടൻ. ജിമ്മിക്കുട്ടനോടെ വെറുതെ കിടന്നപ്പോൾ ഞാൻ അവനെ ചോദിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ പിന്നെയും എടുത്തു. എനിക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട് ഗൈസ്. ഞാൻ നല്ലൊരു കണ്ടത്തിൻ്റെ കാര്യം. ഇതാണ് ആ കണ്ടം. എങ്ങനെയുണ്ട്, കൊള്ളില്ലേ? കൊള്ളാമോ? കൊള്ളില്ലെന്നായിപ്പോയതാട്ടോ ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെടിയുടെ പ്രാന്തുണ്ടെന്ന്. വീട് നിറച്ച് ചെടിയാണ്. പക്ഷേ നിറച്ച് ചെടിയാണെങ്കിലും കാണാൻ നല്ല രസമല്ലേ നമ്മളിതൊക്കെ കണ്ട്. ചെടിക്ക് പ്രാന്തുള്ളവർക്ക് അങ്ങനെ ഭയങ്കര ഒരു ഇതാണ്. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ മൂത്ത അനിയൻ. ഇവൻ്റെ ഇളയതാണ് നേരത്തെ കരയുന്നത്. പിന്നെ ഇവൻ്റെയൊക്കെ അമ്മയാണിത്, എൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ ചിറ്റ. ഞങ്ങൾ അതിന് ശേഷം ചിറ്റയുടെ വീട്ടിലോട്ട് പോയി. കാടായതുകൊണ്ടാണ് അത്രയൊക്കെ ഒന്നും കാണാത്തത്. ഞങ്ങൾ റോട്ടിൽ കൂടെ കൊണ്ടിരിക്കുകയാട്ടോ. എൻ്റെ ചിറ്റയുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലമാണ്. ഞാൻ ചിറ്റൻ്റെ കുഞ്ഞാന്നാണ് വിളിക്കുക. പണ്ടോട്ട് ഞങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കുഞ്ഞയുടെ വീടെത്തി.
ഇതെൻ്റെ ക്വസ്റ്റ്യൻ ചിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ക്വസ്റ്റ്യൻ തമാശ രീതിയിൽ കാണിച്ചു, പിന്നെ മര്യാദയ്ക്ക് ചിരിക്കാൻ വന്നപ്പോഴത്തേക്കും പിന്നെ മര്യാദയ്ക്ക് ചിരിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ രാത്രി പോയി. എൻ്റെ ഫാമിലീസും എൻ്റെ ചിറ്റയുടെ ഫാമിലീസും കൂടെ ഞങ്ങളൊന്ന് ഇടക്കിടക്ക് അരൂർ ഹോട്ടലിൽ കുഴിമന്തി കഴിക്കാൻ പോയി. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കുഴിമന്തി കഴിക്കുന്ന വീഡിയോ ആണ് ഇപ്പം ഞാൻ കാണിച്ചത്. പിന്നെ ആ ചേട്ടന്മാരെ ഗ്ലാസും പ്ലേറ്റും മയോണൈസും കുക്കുംബറൊക്കെ കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം ഫുഡ് കൊണ്ടുവന്നു. ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. പ്ലേറ്റിലോട്ട് ഇട്ടു. പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കുന്നൊരു 7-up കൂടെ ഓർഡർ ചെയ്തായിരുന്നു ഒന്നിൻ്റെ. ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ ആണ്. കൊള്ളാട്ടോ. അരൂരിലെ ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അരൂരിൽ കുഴിമന്തിയാണോ ഉള്ളത്. അൽഫാം കുഴിമന്തി ഉണ്ട്, മറ്റേ നോർമൽ കുഴിമന്തി ഉണ്ട്. എനിക്കിഷ്ടം രണ്ടും ഇഷ്ടമാണ്. പക്ഷെ കൂടുതലിഷ്ടം എന്താണ് നോർമൽ കുഴിമന്തി. അൽറീം എന്നാണ് പേര്. നമ്മുടെ അരൂരിലാണ് ഈ കട. അപ്പോൾ പോണവർക്കൊക്കെ പോവാം. നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. ഇപ്പം എത്തിയുള്ളൂ. ഇന്നലെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റി. പിന്നെ അതിന് ശേഷം ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ രാത്രി പിന്നെ ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ വ്ളോഗാണ് ഞാൻ എടുത്തത്. പിന്നെ ഇപ്പോൾ വീടെത്തിയുള്ളൂ. 11 മണി എന്തോ ആയി നമ്മൾ വീടെത്തിയപ്പോഴത്തേക്കും. എനിക്ക് ഇനിയും 2-3 വീഡിയോസ് ഉണ്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഞങ്ങൾ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോക്കെ എന്തായാലും പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ പോവാണ്, കിടക്കണം. നാളെ സ്കൂളിൽ പോകണം. നാളെ മൺഡേ അല്ലേ. വയ്യ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.